സാധാരണ ഒരു പൂള് വരുമ്പോൾ ഈ ഒരു ഒഴുകുന്ന അല്ല, അങ്ങനെയല്ല. പൂള് പല ടൈപ്പും ഉണ്ട്. അതെ, ഒരു സ്കിമ്മർ പൂൾ ഉണ്ട്, അതേപോലെ ഇൻഫിനിറ്റി ഉണ്ട്. ഇൻഫിനിറ്റി ആണിത്. പിന്നെ ഓവർഫ്ലോ പൂൾ ഉണ്ട്. അതാകുമ്പോൾ നിറങ്ങി ഇതിനാട്ടി ഒന്നുകൂടി ഫുള്ളായിട്ട് നിറങ്ങി നിൽക്കും. ഇത് പോയി ഒഴുകി വരുന്ന വെള്ളം ഈ ഒരു ഭാഗത്താണ് സ്റ്റോർ ആവുന്നത് അല്ലേ? അതെ, ഇത് ഓവർഫ്ലോ ടാങ്ക് എന്നാണ് പറയാ. ഓവർഫ്ലോ ടാങ്ക്. ഇത് ഈ പൂളിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലേക്ക് വീഴുന്നു. പ്ലസ് ഇതിന്ന് പ്ലാന്റ് റൂമിലേക്ക് പോകുന്നു, റീസർക്കുലേഷൻ. പ്ലാന്റ് റൂമിൽ വേറെ ടാങ്ക് ഉണ്ടോ? ഇല്ല, ഇതന്നെയാണ് ടാങ്ക് അല്ലേ? നമ്മൾ പ്ലാന്റ് റൂമിൽ പ്രത്യേകത പറഞ്ഞാൽ നമ്മളൊരു ക്വാണ്ടം ടെക്നോളജി പറഞ്ഞൊരു പുതിയൊരു ടെക്നോളജി. പുതിയതെന്ന് പറയില്ല, 2018 ഇറങ്ങിയ ടെക്നോളജിയാണ്. പക്ഷെ അധികം ആൾക്കാർക്ക് അറിയില്ല. ക്വാണ്ടം ഫിൽറ്റർ ടെക്നോളജി, ഫോട്ടോ കാറ്റലിസ്റ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞത് പ്രക്രിയയാണ്. അതെന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. ഇതിപ്പോ ഒരു ഔട്ട്ഡോർ പൂളാണ്. ഇതിലൊരു എന്തായാലും ക്ലോറിൻ പൂളാണെങ്കിൽ ഇത്ര ഒരു 100% ക്ലോറിൻ വേണം. 100% പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്നല്ല, നമുക്കൊരു 1.5 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ കളർ ഫീഡൊക്കെ വർക്ക് ചെയ്യും. നമ്മൾ ക്വാണ്ടം ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 0.5. അപ്പോൾ അത്രയും ഇല്ലെങ്കിലും ക്ലോറിൻ്റെ ചെറിയൊരു രീതിയിൽ മതി. അത് ഔട്ട്ഡോർ ആയ കാരണം UV ഡയറക്റ്റ് അടിക്കണ കാരണം സൺലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കുറച്ച് നേരിയ അളവിൽ ക്ലോറിൻ വേണം. ബാക്കിയൊക്കെ നമ്മളെ ക്വാണ്ടം ഫിൽറ്റർ ക്വാണ്ടം ടെക്നോളജി നോക്കിക്കോളും. ക്വാണ്ടം ഫിൽറ്റർ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഉണ്ടാവും. അതെ, ഇതെന്താ വെച്ചാൽ 7.6 ആണ് pH. നമ്മളെ ബോഡി pH ആണ്, നമ്മളെ ശരീരത്തിന്റെ ബ്ലഡിന്റെ pH ആണ് കറക്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രിങ്കിങ് വാട്ടർ കൂടിയാണ്. ഇല്ല, പ്രശ്നം.